ഹായ് എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ, കീമിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടോപ്പ് 15 എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ കേരള. ഇതിന് വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പൊ കുട്ടികൾ കുറെ സജഷൻസും അതേപോലെ കുറെ കൺസേൺസ്, ഡൗട്ട്സും ഒക്കെ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്നിനും പേഴ്സണലി ഞാൻ അതിന് കമന്റ് ചെയ്യാനതിന്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് അതിലെ പല ചോദ്യങ്ങളും വളരെ വാലിഡ് ആയിട്ടുള്ളതായിരുന്നു. സോ നമുക്ക് അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന വീഡിയോസ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് എൻക്വയറികൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്ട്രീം ആരെടുക്കണം, ഏത് കോളേജാണ് ബെറ്റർ ഓപ്പർച്യൂണിറ്റി തരുന്നത്, നമുക്ക് എത്ര റാങ്ക് ഉണ്ടെങ്കിൽ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനുണ്ട്, അങ്ങനത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും 2024 അപ്ഡേറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം പേജ് രജീഷ്_രാധാകൃഷ്ണപിള്ള, അങ്ങനെയാണെന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അതിലൊരു മെസ്സേജ് അയച്ചാൽ മതി. ഡീറ്റെയിൽഡ് PDF ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മക്കളെ, ഒരു കാര്യം നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, സ്നേഹം കൊണ്ട് പറയുകയാണ്. നിങ്ങൾ ഒരു കാരണവശാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ഒരു ലൈഫിലെ വലിയ ടേണിംഗ് പോയിന്റ് ആണ്. നിങ്ങൾ ഒരു കരിയർ ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഒരു കാരണവശാലും എവിടെയും നമുക്കൊരു പാളിച്ച വരാൻ പാടില്ല. നമ്മൾ വെറുതെ ഒരു നേരം പോക്കിനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ആധികാരികമായി അറിയാത്ത ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് ഒരു കോഴ്സോ ചൂസ് ചെയ്യാൻ പാടില്ല. ഉറപ്പായിട്ടും നമ്മൾ പ്രോപ്പർ കരിയർ അല്ല ചൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നമ്മളുടെ കരിയർ ഒന്ന് സെറ്റാക്കാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. നമ്മൾക്ക് ഏറ്റവും ആപ്റ്റായ കരിയർ, നമ്മുടെ ഒരു സ്കോർ വെച്ചിട്ട് നമുക്ക് ആപ്റ്റ് ആവുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയാൽ അത് വളരെ അടിപൊളിയാകുന്ന കാര്യമാണ്. സോ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പറഞ്ഞ ബ്രാഞ്ച്, ഈ സ്ട്രീം ആര് ചൂസ് ചെയ്യണം, എവിടെ ചൂസ് ചെയ്യണം, അതിന്റെ ലാസ്റ്റ് റാങ്ക്, അതേപോലെ തന്നെ ഇതെങ്ങനെ കുറച്ചുകൂടെ രസകരമായിട്ട് ഈ ബ്രാഞ്ച് പഠിക്കാം, ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. കാരണം ഞാനും പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത്യാവശ്യം ഭേദപ്പെട്ട, എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് മെറിറ്റിൽ അന്ന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ 4000 ബിലോ റാങ്ക് വേണ്ട ഒരു കോളേജിലാണ് ഞാനും പഠിച്ചത്. അപ്പൊ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു കോളേജിൽ, ഞാൻ വലിയൊരു അടിപൊളി കോളേജിലാണ് പഠിച്ചതെന്നൊന്നും വാദിക്കുന്നില്ല, കാര്യം അതിനേക്കാൾ ഒത്തിരി നല്ല കോളേജുകൾ അന്നും ഉണ്ട്. പക്ഷെ എന്നാലും ഭേദപ്പെട്ട ഒരു ഗവൺമെന്റ് സീറ്റുള്ള ഒരു കോളേജിൽ തന്നെയാണ് പഠിക്കാൻ പറ്റിയത്. ഞാൻ പഠിച്ചതും കമ്പ്യൂട്ടർ സയൻസ് ആണ്. സോ ഇതിനെപ്പറ്റി എനിക്ക് എന്തായാലും ആധികാരികമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. പക്ഷെ കമ്പ്യൂട്ടർ സയൻസിനെ പറ്റി മാത്രമല്ല, ഇപ്പൊ എന്റെ എൽഡർ ബ്രദർ പഠിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഫ്രം TKM എഞ്ചിനീയറിംഗ് കോളേജ്. എന്റെ ട്വിൻ ബ്രദർ, ഞാൻ ട്വിൻസിൽ ഒരാളാണ്, എന്റെ ട്വിൻ ബ്രദർ പഠിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഞാൻ പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഫ്രം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. അതേപോലെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വിനു, ഞങ്ങൾ ഒന്നിച്ചാണ് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്തത്. പുള്ളി പഠിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഫ്രം മാർ അത്തനേഷ്യസ് കോളേജ് MIC, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആഷിഖ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് RIT പാമ്പാടി എന്നാണ്. അതുപോലെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള എൻ്റെ കൂടെ എൻട്രൻസിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കമൽ കൃഷ്ണൻ, അമൃത്, അങ്ങനെ പേര് പറയാൻ ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ പഠിച്ചത് ട്രിവാൻഡ്രം CET-യിലാണ്. അപ്പൊ ഈ കോളേജുകളുടെ ഒക്കെ ഒരു വൈബും അതിനെപ്പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിനെ പറ്റിയാണ്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, സിവിൽ, ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആദ്യത്തെ ചോദ്യം, ആർക്കാണ് കമ്പ്യൂട്ടർ സയൻസ് ആപ്റ്റ് ആവുന്നത്? ഞാൻ പറഞ്ഞു തരാം. എല്ലാം ഇത് തന്നെയാണെന്നല്ല, പക്ഷെ നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ കിട്ടാൻ ഈ വീഡിയോ കണ്ടാൽ മതി. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒന്ന്, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കേണ്ട വിദ്യാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ പ്രോഗ്രാമിംഗ് സ്കില്ലുള്ള, പ്രോഗ്രാമിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. രണ്ട്, +1 +2 നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. +1 +2 നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ മാത്സ് പഠിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ +1 +2 സപ്പോസ് പഠിച്ചത് ബയോളജി സയൻസ് ആണെങ്കിൽ ഉറപ്പിച്ചു വെക്കുക, കമ്പ്യൂട്ടർ സയൻസ് എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടും. ഞാൻ ബയോളജി സയൻസ് പഠിച്ച ആളാണ്. ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ +2 വരെ ബയോളജി പഠിച്ചിട്ട് പെട്ടെന്ന് ഒരു സ്ട്രീം സ്വിച്ചിങ് ആണ് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നത്. അപ്പൊ അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് നല്ലൊരു ശതമാനം ആൾക്കാരെ. എന്നാൽ കുറെ പേര്
കോളേജിൽ എത്തിയതിനു ശേഷം പ്രോഗ്രാമിംഗ് സ്കില്ലൊക്കെ പഠിച്ച് അടിപൊളിയാക്കി എടുക്കുന്നവരൊക്കെ ഉണ്ട് ഈ നാട്ടിൽ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മെജോറിറ്റി ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് പക്ഷെ സ്റ്റിൽ എൻട്രൻസിന് പഠിക്കുന്ന ഒരു അധ്യാപകനാണ്. റീസൺ, അതിന് പ്രധാനപ്പെട്ട റീസണുകളൊന്നാണ് ഞാൻ എടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പൊ എനിക്ക് ആ പ്രോഗ്രാമിംഗ് അതിന്റെ ഒരു സ്കില്ലൊന്നും അപാരമായിട്ടുള്ള ഒരാളല്ല, എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് അല്ലായിരുന്നു കമ്പ്യൂട്ടർ സയൻസ്. ആക്ച്വലി ഇറ്റ് ഈസ് എ റോങ് ചോയ്സ് ഫോർ മീ എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോഴും വിശ്വസിക്കുന്നില്ല, അത് പരമാർത്ഥമായ കാര്യമാണ്. എന്റെ ഒരു സ്കിൽ, എനിക്ക് അനലിറ്റിക്കൽ സ്കിൽ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് പ്രോബ്ലം ചെയ്യാനുള്ള സ്കില്ലുണ്ട്. ആക്ച്വലി ഞാൻ ചൂസ് ചെയ്യേണ്ടത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പോലത്തെ മേ ബി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ എനിക്ക് ആപ്റ്റ് ആണ്. അൾട്ടിമേറ്റ്ലി എനിക്ക് ഫേവറേറ്റ് സബ്ജക്ട് പഠിച്ചു വന്നപ്പോൾ മനസ്സിലായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഞാൻ ആക്ച്വലി എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ അന്നത്തെ ഒരു ഇതിന് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്തു. കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. പക്ഷെ എഞ്ചിനീയറിംഗ് പാസ്സായി. പക്ഷെ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് പാസ്സായത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു എന്ന് വിശ്വസിക്കുന്ന ഒന്നാമത്തെ പോയിന്റ്, ആരാണ് കമ്പ്യൂട്ടർ സയൻസ് എടുക്കേണ്ടത്? ഓൾറെഡി കമ്പ്യൂട്ടർ പഠിച്ചവർക്ക് എടുക്കാം, ബയോളജി പഠിച്ചവർക്ക് എടുക്കാം. പക്ഷെ നിങ്ങൾ സ്കിൽഡ് ആയിരിക്കണം, പാഷനേറ്റ് ആയിരിക്കണം. 2, ഇനി സപ്പോസ് ബയോളജി പഠിച്ച ഒരാൾ ഇനിയും വരുന്ന കമ്പ്യൂട്ടർ സയൻസ്, നിങ്ങൾക്കറിയാലോ ഈ കമ്പ്യൂട്ടറിന്റെ ഒരു മേഖല എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ ഫീൽഡ് എന്ന് പറയുമ്പോൾ വളരെ ബൂമിംഗ് ആണ്. എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡാറ്റാ സയൻസും മെഷീൻ ലേണിംഗ് ഒക്കെ ഉള്ള ഈ കാലത്ത് അതിന് സെപ്പറേറ്റ് കോഴ്സുകൾ ഇപ്പോൾ ഉണ്ട് എഞ്ചിനീയറിംഗിൽ. അതും നിങ്ങൾക്കറിയാം, നമുക്ക് അതിനെപ്പറ്റിയും വീഡിയോ ചെയ്യാം. പക്ഷെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ കമ്പനികളിലേക്കൊക്കെ ഈസി ആക്സസ് ആയിരിക്കും. മാത്രമല്ല എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന 90% ആൾക്കാർ പോട്ടെ, ഒരു 70% ആൾക്കാർ എന്തായാലും, അത് വെദർ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇവരിൽ മെജോറിറ്റി ആൾക്കാരും വർക്ക് ചെയ്യുന്നത് ആഫ്റ്റർ ഓൾ ഒരു സോഫ്റ്റ്വെയർ ഫീൽഡ് കമ്പനിയിലൊക്കെ ആയിരിക്കും. ഇപ്പൊ ഇൻഫോ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, ഇൻഫോ പാർക്കിൽ പോയാൽ എനിക്കറിയാം, ഓൾറെഡി എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞവർക്കും ഈ സത്യാവസ്ഥ അറിയാം. മെജോറിറ്റി ആൾക്കാരും സോഫ്റ്റ്വെയർ ഫീൽഡിലൊക്കെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു റിയാലിറ്റിയാണ്. കോർ സബ്ജക്ട് പഠിച്ചിട്ട്, ഇപ്പൊ ഇലക്ട്രിക്കൽ പഠിച്ചിട്ട് ഇലക്ട്രിക്കൽ തന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ജോലിയിൽ കടന്നവർ കമ്പാരിറ്റീവ്ലി എണ്ണം കുറവാണ്. അപ്പൊ ഈ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് ഒരു വലിയ ജോബ് ഓപ്പർച്യൂണിറ്റി തരുന്ന സ്ട്രീമാണ്, വലിയ ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ അതിനോട് ഒരു ഒരു പാഷൻ വേണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2, ഒരു കമ്പനി കൾച്ചറിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹം വേണം. 3, നിങ്ങളുടെ പാഷൻ ഇതിനു ശേഷം MTech ചെയ്യാനോ MS ചെയ്യാനോ PhD ലെവലിലോട്ടൊക്കെ പോകണം. ഇതിൽ തന്നെ ഇൻഡെപ്ത് പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രീമാണ് കമ്പ്യൂട്ടർ സയൻസ്. ഇനി ആര് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ പാടില്ല? പ്രോഗ്രാമിംഗ് സ്കില്ല് ഒട്ടും നിങ്ങൾക്ക് വഴങ്ങില്ല, പ്രോഗ്രാമിംഗ് സ്കില്ല് നിങ്ങൾക്ക് ഓക്കെ ആകില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളെ പോലുള്ള കുട്ടികൾക്ക് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ പോലത്തെ പേപ്പറുകൾ പഠിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഏത് സ്ട്രീം എഞ്ചിനീയറിംഗ് എടുത്തോളൂ, നിങ്ങൾക്ക് എന്തായാലും ഒരു സെമസ്റ്ററിലെങ്കിലും എന്ത് പഠിക്കാനുണ്ട്? പ്രോഗ്രാമിംഗ് പഠിക്കാനുണ്ട്. അപ്പൊ ആ പേപ്പർ പാസ് ആവണമല്ലോ. അപ്പൊ ഓൾറെഡി ബയോളജി സയൻസ് പഠിച്ച വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ മക്കളെ, ഞാൻ ഈ പറയുന്ന വേർഡ്, മാർക്ക് മൈ വേർഡ്സ്, കുറിച്ചു വെച്ചുകൊള്ളൂ. നിങ്ങൾ പ്രോഗ്രാമിംഗ് സ്കിൽ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രം കോളേജിലോട്ട് പോകുക. ഈ അവധിക്കാലം നിങ്ങൾ റിസൾട്ട് വരണം, അലോട്ട്മെന്റ് നടക്കണം. ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, അതിന് മുമ്പ് ട്രയൽ അലോട്ട്മെന്റ് ഒക്കെ നടന്നതിന് ശേഷം അഡ്മിഷൻ കിട്ടാൻ ഒരു കാലതാമസം എടുക്കും. ഈ ഒരു ഗ്യാപ്പ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ C++, ജാവ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുന്നത് നന്നാവും. അത് ഏത് ബ്രാഞ്ചുകാരും ആയിക്കോട്ടെ പഠിക്കുക. കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും പഠിക്കുക, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇനി എങ്ങനെ ഈ എക്സാം നമുക്ക്, ഞാൻ ജസ്റ്റ് റാങ്ക് മാത്രം പറയുക എന്നുള്ള ഉദ്ദേശത്തിലല്ല. റാങ്ക് ഒക്കെ പറയുന്ന, ലാസ്റ്റ് റാങ്ക് പറയുന്ന ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷെ അവർക്കൊന്നും പറയാനില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വളരെ സീരിയസ് ആയിട്ട് ചെയ്യാമെന്ന് കരുതിയത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ചുമ്മാ നേരം പോക്കിന് പോയി പഠിക്കാനുള്ള ഒരു സ്ഥലമല്ല, വളരെ പാഷനായിട്ട്. ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു കുറെയൊക്കെ. അതായത് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ ശ്രമിച്ചിട്ട് പറ്റാഞ്ഞിട്ട് പിന്നെ ചുമ്മാ കോളേജിലൊക്കെ അലമ്പായിരുന്നു. അലമ്പ് മീൻസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ, അതായത് നമ്മൾ പിന്നെ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോകാൻ ശ്രമിക്കുകയേ ചെയ്യത്തുള്ളൂ. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നല്ലൊരു കോളേജിൽ തന്നെ റാങ്ക് വാങ്ങി നല്ലൊരു കോളേജിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ റാങ്ക് ഒരു ലിമിറ്റിനും അപ്പുറത്തേക്കാണ്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കോളേജ് അത്ര അടിപൊളി ഒരു കോളേജ് അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു തവണ കൂടി റിപ്പീറ്റ് ചെയ്യാനോ റീറിപ്പീറ്റ് ചെയ്യാനോ ഒക്കെ ശ്രമിക്കുക. കീം എക്സാം എഴുതുന്നത് വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് അല്ല. ഒരു തവണ റിപ്പീറ്റ് ചെയ്താൽ മതി. അത്യാവശ്യം ഒരു ടോപ്പ് 15, നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത ആ ടോപ്പ് 15 കോളേജിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ട്രീം ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കുക, എഞ്ചിനീയറിംഗിന് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചുമ്മാ കുറെ കാണാപ്പെടുത്തൊന്നുമല്ല. ലോജിക് ഉപയോഗിച്ച് നമുക്ക് മാത്സ് ഒരുപാട് പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു 5ഓളം സെമസ്റ്ററിൽ നമുക്ക് മാത്സ് പഠിക്കാനുണ്ട്. അതുപോലെ ഫസ്റ്റ് ഇയറിൽ എല്ലാ ബേസിക് എഞ്ചിനീയറിംഗിന്റെ പേപ്പറുകളൊക്കെ പഠിക്കാനുണ്ട്.
അപ്പൊ ഈ കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് ഒട്ടും ആപ്റ്റുമല്ല, ഇത്രയും സാധനം പഠിക്കാനും ഉണ്ടെങ്കിൽ അവിടെ കിടന്ന് ഹരഹര പാടേണ്ടി വരും. സോ ബി കെയർഫുൾ. കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് ശ്രദ്ധിക്കുക. എഞ്ചിനീയറിംഗിന്റെ ഏതെങ്കിലും സ്ട്രീമിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം, എന്നോട് സംസാരിക്കാം. അതൊന്നും അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ പറയുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, എനിക്ക് ഓർക്കുന്നില്ല കേട്ടോ. വാട്ട് എവർ ഇറ്റ് ഈസ് ഞാൻ ഒന്നുകൂടി പറയുന്നു, അല്ലെങ്കിൽ വേണ്ട പറയുന്നില്ല. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം ID ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ഫോളോ ചെയ്തിട്ട് എനിക്ക് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മെസ്സേജ് ചെയ്യാവുന്നതാണ്, എന്നാലാവുന്ന ഹെൽപ്പ് ഞാൻ ചെയ്യാവുന്നതായിരിക്കും. യെസ്, അപ്പൊ നമുക്ക് 1-2 കാര്യങ്ങളൊക്കെ, കുറച്ച് റാങ്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വന്നാലോ. മക്കളെ, ഞാൻ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഒക്കെ ലിസ്റ്റ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണേണ്ടത് കൊണ്ട് സ്ക്രീനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവുകയാണ്. ബട്ട് സ്റ്റിൽ ഒന്ന് ശ്രദ്ധിച്ചേ, ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് ആണ് ഏറ്റവും നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്ന കോളേജ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാമ്പസ് ഇന്റർവ്യൂ കിട്ടണം, നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു എഞ്ചിനീയറിംഗ്, അതായത് അത്യാവശ്യം നല്ലൊരു കോളേജിൽ പഠിച്ചിട്ട് നല്ലൊരു ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ കിട്ടി അടിപൊളി ജോലി കിട്ടണം, നല്ല ഹൈ സാലറി പാക്കേജ് ഒക്കെ കിട്ടണം. ഹൈ സാലറി പാക്കേജ് എന്ന് പറയുമ്പോൾ ഒരു ബിടെക്കുകാരന് കേരളത്തിൽ അവൈലബിൾ ആകുന്ന പാക്കേജ് ആനുവൽ സാലറി 6 lakhs to 8 lakh 5 lakhs ഒക്കെയാണ്. അതായത് ആവറേജ് മന്ത്ലി 50,000-60,000 റേഞ്ചിലാണ് സാലറി കിട്ടുന്നത്. 32 lakhs സാലറി ആനുവലി കിട്ടിയവർ വരെ കേരളത്തിലുണ്ട് എന്നത് മറ്റൊരു സത്യം. ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫസ്റ്റ് കോളേജ് ആണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കോളേജ് എന്ന് പറയുന്നത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ആണ്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിന് പ്രയോറിറ്റി കൊടുക്കാം. ഒബ്വിയസ്ലി അത് കഴിഞ്ഞ് കൊല്ലം TKMന് പ്രയോറിറ്റി കൊടുക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ ചെയ്തപ്പോൾ MAC കോളേജിന് 4th റാങ്ക് കൊടുത്തു. അപ്പൊ കുറെ പേര് താഴെ കമന്റ് ചെയ്തു, സാർ MAC കോളേജിനേക്കാളും ഫാർ ബെറ്റർ ആണ് RIT ഇൻസ്റ്റിറ്റ്യൂട്ട്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാമ്പാടി ആണെന്നാണ് എന്റെ വിശ്വാസം, അല്ലെ? യെസ്, അതെ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. പക്ഷെ നിങ്ങൾ ജസ്റ്റ് MAC, നമ്മൾ സംസാരിക്കുന്നത് ലാസ്റ്റ് റാങ്കുകളും കുട്ടികൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത കോളേജിന്റെ ലിസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. റൈറ്റ് നൗ കോളേജിന്റെ ക്യാമ്പസ് വൈബിനെ പറ്റി എനിക്കും കൃത്യം അറിയത്തില്ല. കാരണം 2012-13 കാലഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അന്നത്തെ ഒരു വൈബ് വെച്ചിട്ടാണ് ഞാൻ, ഒബ്വിയസ്ലി എനിക്ക് കണ്ണുപൊട്ടി പറയാൻ പറ്റും MAC RITയേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റാങ്ക് വൈസ് നമുക്ക് പറഞ്ഞു തരുന്നത് മാർ അത്തനേഷ്യസ് കോളേജിൽ കിട്ടണമെങ്കിൽ, ജനറൽ മെറിറ്റ് സീറ്റിലേക്ക് വേണമെങ്കിൽ, സ്റ്റേറ്റ് മെറിറ്റ് കിട്ടണമെങ്കിൽ 1500, അറ്റ് ദ സെയിം ടൈം RITയിലേക്ക് 1900-ലേക്കും പോയി. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ അന്ന് സംസാരിച്ചിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള, ഇപ്പം MACയിൽ പഠിച്ചാലും RITയിൽ പഠിച്ചാലും വലിയ ഡിഫറൻസുകളൊന്നുമില്ല. ഓൾമോസ്റ്റ് 2 അടിപൊളി കോളേജുകൾ തന്നെയാണ്. അതുപോലെ ബാർട്ടൺ ഹിൽ അടിപൊളി കോളേജാണ്. അപ്പൊ അങ്ങനത്തെ കോളേജുകൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ചിലർക്ക് സ്വന്തം നാട്ടിൽ പഠിക്കണമെന്ന് കാണും, ചിലർക്ക് ഇന്ന കോളേജിൽ പഠിക്കണമെന്ന് കാണും, ചിലർക്ക് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ ഫേവറേറ്റ് ആണ്. ഞാൻ എല്ലാ കോളേജുകളും ഇങ്ങനെ 1 by 1 എടുത്ത് പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഇവർക്കൊക്കെ നമുക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്ന കോളേജുകളാണ്. ഒരു 5,000-6,000 റേഞ്ചിനകത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ടോട്ടൽ റാങ്ക് ഒരു 10,000-നകത്ത് നിൽക്കുന്ന കോളേജുകൾ നമുക്ക് ആദ്യം നോക്കി വരാം. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ സ്റ്റേറ്റ് മെറിറ്റ് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ കാറ്റഗറി വൈസ്, ഇഫ് യു ആർ an ഈഴവ കാറ്റഗറി ഓർ മുസ്ലിം കാറ്റഗറി, വാട്ട് എവർ ഇറ്റ് ഈസ്, ഓരോന്നും സെപ്പറേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ സംഭവമാണ്. ആർക്കെങ്കിലും ഇതും വേണമെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഈസി ആയിട്ട് ഷെയർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഈ റാങ്ക് വൈസ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പം ടോപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ട കോളേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിന് കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കാം. ഒബ്വിയസ്ലി അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന രണ്ടാമത്തെ കോളേജ് എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. അതേപോലെ കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു കോളേജ് കൊല്ലം TKM ആണ്. ഒബ്വിയസ്ലി MAs ആൻഡ് RIT. പിന്നെ ഒബ്വിയസ്ലി മറ്റു കോളേജുകളൊക്കെ ഉണ്ട്. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ്, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്, പാലക്കാട് NSS പാലക്കാട്. ഒബ്വിയസ്ലി ഇതൊക്കെ നല്ല കോളേജുകളാണ്. ബട്ട് സ്റ്റിൽ ഞാൻ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ട കോളേജുകൾ പറഞ്ഞു. ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ റാങ്ക്. പിന്നെ നമുക്ക് ഇവിടെ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾ സ്റ്റേറ്റ് മെറിറ്റിന്റെ റാങ്ക് ഏകദേശം നോക്കിയാൽ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് നോക്കി, ഇപ്പൊ ഇവിടെ 342 സ്റ്റേറ്റ് മെറിറ്റ് വേണം. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നോക്കിയാൽ എല്ലാം 10,000-ന് മുകളിലേക്കാണ്. 10,000-ന് മുകളിലേക്കാണ്. അപ്പൊ 10,000-ന്റെ താഴെ നിൽക്കുന്ന കോളേജുകൾ ഒന്നാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ. ദിസ് ഈസ് മൈ കോളേജ്. ഞാൻ പഠിച്ച കോളേജാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതിൽ കിടക്കുന്നത് 6,700 ആണ്. പക്ഷെ അന്ന് 6,000 ഒന്നും കിട്ടത്തില്ല. സ്റ്റേറ്റ് മെറിറ്റ് 6,000 കിട്ടത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു 3,000-4,000 റേഞ്ച്. അതായത് ഞാൻ 2008-ലാണ് എഞ്ചിനീയറിംഗിന് ജോയിൻ. 2008-9 ബാച്ച് ആണ് ഞാൻ ജോയിൻ ചെയ്തത്. 2009 ബാച്ച് ആയിരുന്നു ഞാൻ. ഇപ്പൊ 2009-ൽ എനിക്ക് തോന്നുന്നു 3,500 4,000 റേഞ്ച് എന്താണ് സ്റ്റേറ്റ് മെറിറ്റ്. അത്ര ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ.
അപ്പം ഡിപ്പെൻസ്. അപ്പം സമയത്ത് കാലത്തിനനുസരിച്ച് മാറും. കാര്യം ഇപ്പൊ പുതിയ IIT-കൾ വന്നു, NIT-കളുടെ എണ്ണം കൂടി, അപ്പൊ കുറെ പേര് അത് ഓപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ കുറച്ചുകൂടെ സ്റ്റേറ്റ് റാങ്ക്, കേരള റാങ്ക് കുറച്ചുകൂടെ ബാക്കിലോട്ട് വന്നു. അത് തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു കോളേജാണ്. സോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജാണ് ഒബ്വിയസ്ലി. പക്ഷേ ഞാൻ വീണ്ടും നിങ്ങളോട് ഒരു കാര്യം കൂടെ എടുത്തു പറയുന്നു. ഈ കോളേജുകൾക്കൊക്കെ പ്രയോറിറ്റി കൊടുത്തിട്ട് ഈവൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരിന് പോലും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാവുള്ളൂ. ക്ലിയർ? അതേപോലെ ഒബ്വിയസ്ലി നമുക്ക് നല്ലൊരു പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്ന കോളേജാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. ഇവരെ ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ പല കോളേജ്, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ഇതിൽ വരുന്നില്ല. യെസ്, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, ഒബ്വിയസ്ലി മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ്, കേരളത്തിൽ നിന്ന് ടോപ്പ് പാക്കേജുകളൊക്കെ കിട്ടിയ നല്ല ക്യാമ്പസ് പ്ലേസ്മെന്റ് നടക്കുന്ന ഒരു കോളേജാണ്. നല്ല റാങ്ക് ഉള്ള സ്റ്റുഡൻസ്, ദയവ് ചെയ്ത് നല്ല റാങ്ക് ഉള്ള സ്റ്റുഡൻസ് ആണ് ഒബ്വിയസ്ലി മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാവുന്നതാണ്. പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ജോലി കിട്ടുന്ന, അത്യാവശ്യം അടിപൊളി ക്യാമ്പസ്, നല്ല അലൂമിനീസ് ഉള്ള ഒരു കോളേജാണ്. ഇത് മാത്രമല്ല, ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജും TKM-ഉം അതേപോലെ തന്നെ മെയ്സും പിന്നെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജും കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിന് പ്രയോറിറ്റി കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ആ ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കാറ്റഗറി വൈസ് എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. ലാസ്റ്റ് റാങ്ക് എത്ര വരെയാണ് പോയത്, മുസ്ലിം കാറ്റഗറി എത്രയാണ്, ഓരോന്നും കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു കോളേജുകളൊക്കെയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കിക്കേ, ഏകദേശം നമ്മൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ 1, 2, 3, 4, 5, 6, 7, 8 കോളേജുകൾ വരുന്നുണ്ട്. 9, 10, 11 അല്ലെ. പിന്നെ LBS ഏകദേശം നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജാണ് LBS. LBS-ൽ എത്ര, ബിലോ 10,000 ആണ് റാങ്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്പർ ഓഫ് കോളേജസ്, അത്യാവശ്യം നല്ല റാങ്ക് ഉള്ളവർക്ക് പഠിക്കാൻ ഒരുപാട് കോളേജുകൾ ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആണ്. നമുക്ക് അടുത്ത പേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, ഇത് 27 ആണ്. നമ്മൾ ഇതൊന്നും അധികം പ്രയോറിറ്റി കൊടുക്കാതെ തന്നെ ഞാൻ പോകുന്നു. യെസ്, അത്യാവശ്യം നല്ലൊരു കോളേജാണ്. കേരളത്തിലെ വൺ ഓഫ് ദ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യം നല്ല ഇത് പ്രൊവൈഡ് ചെയ്യുന്ന, ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന, പ്ലേസ്മെന്റ് ഉള്ള മറ്റൊരു കോളേജാണ് SCT, ശ്രീ ചിത്തിര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അങ്ങനെയാണെന്നാണ് എന്റെ ഫുൾ ഫോം, എന്റെ ഓർമ്മ. SCT. അപ്പൊ SCT നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. യെസ്, അത് കഴിഞ്ഞ് ഈ ലിസ്റ്റിൽ വരുന്ന വേറെ കോളേജുകളൊക്കെ കുറച്ചുകൂടെ ദൂരേക്കാണ് റാങ്ക് പോകുന്നത്, അല്ലെ, കുറച്ചുകൂടെ ദൂരേക്കാണ് പോകുന്നത്. പിന്നെ ഒരു 15,000 റേഞ്ചിൽ കാര്യവട്ടം കോളേജ് ഉണ്ട്, 14,000 റേഞ്ചിൽ വടകരയുണ്ട്. ബട്ട് സ്റ്റിൽ അതിനേക്കാളൊക്കെ മുമ്പ് നമുക്ക് ഒരുപാട് കോളേജുകൾ പറയാനുണ്ട്. അടുത്ത ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു കോളേജ്, നിങ്ങൾ ജസ്റ്റ് സ്റ്റേറ്റ് മെറിറ്റ് മാത്രം ഒന്ന് നോക്കിയാൽ മതി. സ്റ്റേറ്റ് മെറിറ്റ് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഭേദപ്പെട്ട കോളേജുകളിലൊന്ന് ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂർ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് വെച്ചാൽ സെൽഫ് ഫിനാൻസിങ് ആണ്. ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അതൊരു അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. അത്യാവശ്യം നല്ല ഒരു ക്യാമ്പസ് ഉള്ള, അത്യാവശ്യം പ്ലേസ്മെന്റ് ഉള്ള ഒരു സെൽഫ് ഫിനാൻസിങ് ഓട്ടോണമസ് കോളേജ് ആണ്. കാഞ്ഞിരപ്പള്ളിയിലുള്ള കോളേജ്. അത്യാവശ്യം അടിപൊളി ക്യാമ്പസ് ആണ്. ഞാൻ പോയിട്ടുള്ള കോളേജാണ്. നല്ല ക്യാമ്പസ് ആണ്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു കോളേജാണ്. അതേപോലെ മറ്റൊരു ഓപ്ഷനാണ് ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഒരു 15,000 റേഞ്ച്, 16,000 റേഞ്ചിലുണ്ടെങ്കിൽ അത് മറ്റ് കാറ്റഗറി ലിസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതിനും പുറത്തേക്ക് പോയി. ഞാൻ സ്റ്റേറ്റ് മെറിറ്റ് ആണ് പറയുന്നത്. അപ്പൊ അതിന് നിയർ ബൈ ഒരു 25,000 അകത്തൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടുന്ന ഒരു കോളേജാണ്. പിന്നെ അതേപോലെ നമുക്ക് ഇതിനും ഒക്കെ മുമ്പ് പറയേണ്ട ഒരു കോളേജ് ഉണ്ട്, രാജഗിരിയും. അതുപോലെ രാജഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇത് ആൽഫബറ്റിക് ഓർഡറിലാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അത് നോക്കേണ്ട. യെസ്, ദ ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിസാറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 7,112 ആയിരുന്നു സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് റാങ്ക്. ഈഴവ 8,000, മുസ്ലിം കാറ്റഗറി 8,000, അങ്ങനെ പോട്ടെ. സോ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കോളേജാണ്. അത്യാവശ്യം നല്ലൊരു കോളേജാണ് ഫിസാറ്റ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് അടുത്ത വരുന്ന കോളേജ് ഇവിടെ അത്യാവശ്യം നല്ല, ബാക്കിയൊക്കെ കുറച്ചുകൂടെ റാങ്ക് പുറത്തേക്കാണ്. ഞാൻ അതൊന്നും ഓപ്റ്റ് ചെയ്യാൻ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കേണ്ട ലിസ്റ്റുകൾ. യെസ്, പിന്നെ ഇതിലേക്ക് ഏതാണ്ട് മാർ ബസേലിയസ് കോളേജ്, തിരുവനന്തപുരത്തുള്ള മാർ ബസേലിയസ് കോളേജ്. 10,000 ബിലോ സ്ട്രേറ്റ് റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ പറ്റുന്നുള്ളൂ. കുഴപ്പമില്ലാത്തൊരു കോളേജ്. ഒബ്വിയസ്ലി ഇതിനേക്കാളൊക്കെ ഫാർ ബെറ്റർ കോളേജ് നമ്മളിപ്പോ കുറെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമുക്ക് ഇതിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോളേജ് ഏതാണ് മക്കളെ? നിങ്ങൾ ജസ്റ്റ് സ്ട്രേറ്റ് റാങ്ക്, നിങ്ങളുടെ കൂടെ ഞാൻ സംസാരിച്ചാണ് ഇത്. നമ്മൾ ഓരോ കോളേജ് ഐഡന്റിഫൈ ചെയ്യുന്ന ഇതിലൊന്നും അങ്ങനെ ഇത്ര ഭേദപ്പെട്ട ലിസ്റ്റുകൾ. പിന്നെ ആകെ ഉള്ളത് സെയിന്റ് ഗീറ്റ്സ് ആണ്. കോട്ടയത്തുള്ള സെയിന്റ് ഗീറ്റ്സ് 11,000 സംതിങ് റാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജാണ്. എവിടെ? രാജീവ് ഗാന്ധി രാജഗിരി. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞില്ല, ദേ കിടക്കുന്നു രാജഗിരിയുടെ പ്രത്യേകത കണ്ടോ, 4,565. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആണ്. അവിടുത്തെ അലൂമിനി സ്ട്രോങ് ആണ്. അത്യാവശ്യം പ്ലേസ്മെന്റ് വരുന്നൊരു ക്യാമ്പസ് ആണ്. അടിപൊളി ക്യാമ്പസ് ആണ്.
നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജാണ്. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ ഈസി ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ് രാജഗിരി. അതേപോലെ രാജഗിരി മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇവിടെ ഒരാളോടുണ്ട്, യെസ് ദേ കിടക്കും, മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് എറണാകുളത്തെ കോളേജ് നിങ്ങൾക്ക് ഒബ്വിയസ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കോളേജാണ്. പിന്നെ നമുക്ക് ഈസ് ബാക്കിയതെല്ലാം കുറച്ച് ദൂരേക്കാണ് റാങ്ക് പോകുന്നത്. സോ നിങ്ങൾക്ക് ടോപ്പ് പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന അത്യാവശ്യം നിങ്ങളുടെ ലൈഫ് സെറ്റ് ആക്കാൻ പറ്റുന്ന ഒരു കോളേജാണ്. യെസ്. പിന്നെ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റിലേക്ക് വരുമ്പോൾ ഒരു 15,000 റേഞ്ചിലേക്ക് നിൽക്കുന്ന എറണാകുളത്തുള്ള അത്യാവശ്യം നല്ലൊരു കോളേജാണ് SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, എറണാകുളം കളമശ്ശേരിയിലുള്ള SCMS. ഞാൻ താമസിക്കുന്നതിന് നിയർ ബൈ ആണ്. ഞാൻ താമസിക്കുന്നത് ഏറ്റവും അടുത്ത് കിടക്കുന്ന ക്യാമ്പസ് കുസാറ്റാണ്. ഞാൻ കുസാറ്റിനകത്താണ് താമസിക്കുന്നത്. സോ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കോളേജാണ്. അതേപോലെ സെന്റ് ജോസഫ് കോളേജ് പാല ഒരു 15,000 റേഞ്ചിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. ഞാനൊരു 15,000-നകത്ത് 16,000 റേഞ്ചിൽ നിൽക്കുന്ന വരെ കോളേജ് പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ പുറത്തോട്ടുള്ള ഒരു കോളേജ് ഞാൻ പറഞ്ഞിട്ടില്ല. ആ കോളേജുകൾ ഞാൻ പറഞ്ഞില്ല എന്ന് കരുതി മോശമാണെന്നൊന്നും അല്ല. പക്ഷെ നിങ്ങൾക്ക് ടോപ്പ് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്ന കോളേജുകളുടെ ലിസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഏറെക്കുറെ ഈ ഒരു കോളേജുകളൊക്കെ നിങ്ങൾ ഈ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് കൊടുത്ത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തുക. ടോപ്പ് കോളേജുകൾ എനിക്ക് തോന്നുന്നു അറൌണ്ട് ഒരു 20 to 25 കോളേജസ് ഞാൻ പറയുന്നുണ്ട് ഇൻ കമ്പ്യൂട്ടർ സയൻസ്. ഇതിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം ബാക്കി ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിൽ കൊടുക്കാവുന്ന ഇതിലെ റാങ്കുകൾ നിങ്ങൾ വിലയിരുത്തണം. അത് മനസ്സിലാക്കി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റാങ്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് വന്നതിന് ശേഷമാണ് എന്തായാലും നമ്മൾ ഇത് കൊടുക്കാൻ പോകുന്നത്, അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജുകളെ പറ്റി ഫർദർ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റാ പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. എന്നാലാവുന്ന മാക്സിമം ഹെൽപ്പ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും മക്കളെ. ആൻഡ് ഫൈനലി റാങ്കിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് റാങ്ക് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ടോപ്പ് കോളേജുകൾ കണ്ണും പൂട്ടി നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റും. ട്രിവാൻഡ്രം CET ആൻഡ് ദെൻ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, കൊല്ലം TKM, മെയ്സ് മാറത്തനേഷ്യസ് കോളേജ്, RIT പാമ്പാടി, അങ്ങനെ ആ ഒരു ഓർഡർ. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് കൂടിയാണിത്. എന്തായാലും കരിയർ ഓപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഞാൻ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും അതുപോലെ സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇങ്ങനെ ഓരോ ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളോ സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ അറിയണമെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. റിപ്ലൈ ചെയ്തില്ലെങ്കിൽ, ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ വീഡിയോ ആയിട്ടെങ്കിലും അത് ചെയ്ത് തരുന്നതായിരിക്കും, ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും ഓർത്ത് വെക്കുക, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. നമ്മളത് പഠിച്ചിറങ്ങി കഴിഞ്ഞ ഒരു ജോലി എന്ന് പറയുന്ന സ്വപ്നത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. സോ നമ്മൾക്ക് ആപ്റ്റ് ആയാൽ മാത്രം അത് എടുക്കുക. കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്യാൻ പോകുന്ന മക്കളോട് ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞോട്ടെ. കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു സിലബസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്താ പറയുക, എല്ലാം അങ്ങ് പ്രോഗ്രാമിംഗ് മാത്രമൊന്നും അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ ഭയങ്കര ലോജിക് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മാത്രവുമല്ല, ചില പേപ്പറുകൾ അക്ഷരാർത്ഥത്തിൽ ചിലപ്പോൾ കാണാതെ പഠിച്ചു പോയി പരീക്ഷ എഴുതേണ്ട അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട്. അതായത് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാതെ എന്തെങ്കിലും കാണാതെ പഠിക്കുക എന്നല്ല. ഫോർ എക്സാമ്പിൾ ചില പേപ്പറുകൾ ഇപ്പൊ ഞങ്ങൾ പഠിച്ച കാലത്തുള്ള പേപ്പറുകൾ തന്നെ അല്ല ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് PPL പ്രിൻസിപ്പൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നൊക്കെ പറയുന്ന ചില പേപ്പറുകൾ, അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് CN എന്ന് പറഞ്ഞ പേപ്പർ. ഇപ്പൊ ഈ പേപ്പറിലൊക്കെ നമുക്ക് ഒരുപാട് ഡയഗ്രാംസ്, എന്ന് വെച്ചാൽ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്കോ 5 ബ്ലോക്കോ ഒന്നുമില്ല, ബ്ലോക്കോട് ബ്ലോക്കാണ് ഡയഗ്രത്തിലേക്കുള്ള കണക്ഷൻസ്, ഫ്ലോ ചാർട്ടുകൾ, ഡേറ്റ ഫ്ലോ ചാർട്ട് എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരുമായിരുന്നു. എനിക്ക് കാണാതെ പഠിക്കൽ ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് ലോജിക്കലി മാത്സ് പോലത്തെ കാൽക്കുലേറ്റഡ് സബ്ജക്ട്, കാൽക്കുലേഷൻ ഒക്കെ വരുന്ന ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യേണ്ട സബ്ജക്റ്റുകളാണ് കൂടുതൽ താല്പര്യം. അപ്പൊ അതുകൊണ്ടാണ് കമ്പ്യൂട്ടറിന്റെ പേപ്പർ എനിക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പഠിക്കാൻ നിങ്ങൾ, അതുപോലെ എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഏത് കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഒരു 4 വർഷത്തെ സിലബസിനെ പറ്റി നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. നെറ്റിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ട് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ ആൾക്കാരോട്, കറന്റ്ലി ആ ട്രെൻഡിനൊത്ത് പഠിച്ചു പോകുന്ന ആൾക്കാരോട്, അത്യാവശ്യം നന്നായി പഠിക്കുന്ന ആളോടും അത്യാവശ്യം പഠിക്കാത്ത ആളോടും ആ പർട്ടിക്കുലർ കോഴ്സിനെ പറ്റി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം അത് റൈറ്റ് നൗ എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് ഞങ്ങൾ പറയുന്നതിനേക്കാളും എന്തൊക്കെയോ കാര്യങ്ങളിലൂടെ പറഞ്ഞു തരാൻ പറ്റുന്നതായിരിക്കും. സോ അടുത്ത ഒരു ബ്രാഞ്ചുമായിട്ട്, അടുത്ത കോഴ്സുമായിട്ട് നമ്മൾ ഉടനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.